നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 27-കാരനായ യുവ എഞ്ചിനീയറുടെ വിവാഹം കഴിഞ്ഞത് 3 മാസത്തിന് മുൻപാണ്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അതായത് മാതാപിതാക്കളുടെ താല്പര്യത്തോടെ ബന്ധുക്കളെല്ലാം കൂടെ ആലോചിച്ച് ഉറപ്പിച്ച ഒരു വിവാഹമായിരുന്നു. 25 വയസ്സുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഒരു പെൺകുട്ടിയാണ് വധു. വലിയ സമ്പന്നമായ പശ്ചാത്തലത്തിൽ നിന്നാണ് ആ പെൺകുട്ടി വരുന്നത്. വലിയ ഭൂസ്വത്തും ധനവും ഒക്കെയുള്ള ഒരു കുടുംബമാണ്. ആ പെൺകുട്ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുന്നുമുണ്ട്. എന്നാൽ കല്യാണം കഴിഞ്ഞ അന്ന് വൈകുന്നേരം ബന്ധുക്കൾക്ക് വേണ്ടി നടത്തിയ ഒരു പാർട്ടിയിൽ വെച്ചാണ് ആ പെൺകുട്ടിയുടെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും അനുഭവപ്പെട്ടു തുടങ്ങിയത്. വലിയ തോതിൽ മേക്കപ്പൊക്കെ ധരിച്ച് പ്രത്യേക തരത്തിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തിയാണ് ആ പെൺകുട്ടി വന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ അങ്ങനെ ഒരുങ്ങി വരുന്നതിൽ അതിൽ ഒരു അസ്വാഭാവികത പറയാനില്ല. പക്ഷേ വരുന്ന ആളുകളെല്ലാവരും അവരോട് സംസാരിക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധി, അല്ലെങ്കിൽ അവരിലേക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ തോന്നി. ചിലപ്പോൾ ഭർത്താവിൻ്റെ പരിചയക്കാരായിട്ടുള്ള ചില ആളുകൾ ഈ വധൂവരന്മാരെ കാണാൻ സ്റ്റേജിലോട്ട് വരും. എന്നിട്ട് ഭർത്താവിനോട് 2 മിനിറ്റ് നേരം തുടർച്ചയായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി ആകെ അസ്വസ്ഥയാകുന്നത് പോലെ തോന്നി. അപ്പോൾ ഇത് കല്യാണ ദിവസത്തെ ഒരു പ്രത്യേകത മാത്രമായിട്ട് അവർ കരുതി. പക്ഷേ തൊട്ടടുത്ത ദിവസം ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയ സമയത്തും ചില പ്രത്യേകതകൾ ഭർത്താവിന് അനുഭവപ്പെട്ടു. പ്രധാനമായിട്ടും ഈ ഭാര്യയ്ക്ക് എവിടെ ചെന്നാലും താൻ ഒരു ശ്രദ്ധാകേന്ദ്രമാകണമെന്ന നിർബന്ധമുണ്ട്. ഈ ഭർത്താവിൻ്റെ തന്നെ ഒരു കസിൻ്റെ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് 1 മാസത്തിന് ശേഷം ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോഴും പരിചയമില്ലാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വല്ലാത്ത അസ്വസ്ഥതയാണ് ഈ കുട്ടിക്ക്. ഇവൾ കഴിയുന്നത്ര ഏറ്റവും ഫാഷണബിളായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ ഒരു കല്യാണത്തിൻ്റെ പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുതിയ ഒരു വില കൂടിയ വസ്ത്രമൊക്കെ വാങ്ങി, പുതിയ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങി, ആയിരക്കണക്കിന് രൂപയുടെ മേക്കപ്പ് സാധനങ്ങളാണ് വാങ്ങിക്കൂട്ടി ദിവസങ്ങൾക്കുള്ളിൽ അത് തീർക്കുകയും പിന്നെയും പുതിയത് വാങ്ങിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഇവളെ തന്നെ ശ്രദ്ധിക്കണം, ഇവളോട് താല്പര്യം പ്രകടിപ്പിക്കണം, ഇവളോടൊരു ആരാധനയോടെ നോക്കണം എന്നിവൾക്ക് നിർബന്ധമാണ്. അത്തരത്തിലുള്ളൊരു സമീപനം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അസ്വസ്ഥത വരികയാണ്, ഇറങ്ങിപ്പോവുകയാണ്. പ്രത്യേകിച്ച് ഭർത്താവ് മറ്റാരോടെങ്കിലുമൊക്കെ ഒരു 5 മിനിറ്റൊക്കെ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് സ്ത്രീയായാലും പുരുഷനായാലും പ്രായം ചെന്ന ആളായാലും ഒന്നും വ്യത്യാസമില്ല. ഈ പെൺകുട്ടി അങ്ങ് വളരെ അസ്വസ്ഥയാകുകയാണ്. പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുകയാണ്. ഈ ഒരു സ്ഥിതിവിശേഷമാണ്. ഇപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്ന് ആർക്കും മനസ്സിലായില്ല. ഇവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അന്വേഷിച്ചു. അപ്പോൾ അവിടെയും ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ കുട്ടിയെക്കുറിച്ച് ഒരു ഫീഡ്ബാക്കായിട്ട് അറിവ് കിട്ടി. വളരെ മിടുക്കിയാണ്, വളരെ ബുദ്ധിമതിയാണ്, ജോലിയിലൊക്കെ വളരെ സമർത്ഥയാണ്, ടീം മീറ്റിങ്ങുകളിലൊക്കെ ഏറ്റവും യുക്തിസഹമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഏറ്റവും നല്ല രീതിയിൽ ആ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. തൊഴിൽ സാമർഥ്യത്തെക്കുറിച്ച് ആർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ ഈ വൈകുന്നേരത്തെ ഗെറ്റ് ടുഗദറുകളോ പാർട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഇവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത വരും. മറ്റേതെങ്കിലും പെൺകുട്ടികൾ പെട്ടെന്ന് അവിടെ ഒരു ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞാൽ ഇവൾ വല്ലാതെ അസ്വസ്ഥയാകുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യും. മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയോട് സഹപ്രവർത്തകരായ പുരുഷന്മാർ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവൾക്ക് ഈ പുരുഷന്മാരോടൊരു ദേഷ്യം വരുന്നു, അവരോട് പോയി വഴക്കിടുന്നു, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് അവരുമായിട്ട് തർക്കിക്കുന്നു, അവിടെ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇത്തരം രീതികൾ പ്രകടമാവുന്നുണ്ട്. ഇത് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണമാകാം. അപ്പോൾ ഹിസ്ട്രിയോണിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രദർശനാത്മകത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എവിടെ ചെന്നാലും സ്വന്തം സൗന്ദര്യവും രൂപവും ഭാവവും സംസാര രീതിയും ഒക്കെ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരുടെ മധ്യത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുക, എല്ലാവരും അവനവനെ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഉറപ്പുവരുത്തുക. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അത്തരത്തിലുള്ളൊരു ശ്രദ്ധ കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥത വരും, ഇവർ ഇറങ്ങിപ്പോയെന്നിരിക്കും. ഇവരുടെ ജോലിയെയോ മറ്റു കാര്യങ്ങളെയോ ഒന്നും അത് ബാധിക്കണമെന്നില്ല, വീട്ടിലെ ജീവിതത്തെയും കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ജീവിതത്തെയും ഒന്നും വലുതായിട്ട് ബാധിക്കണമെന്നില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ പ്രത്യേക തരത്തിലുള്ള സംസാര രീതികൾ, ഒരു പ്രത്യേക തരത്തിൽ കൊഞ്ചുന്ന തരത്തിലുള്ള സംസാര രീതികൾ, അല്ലെങ്കിൽ പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിച്ച് തൻ്റെ
കൂടെ നിർത്തുന്ന തരത്തിലുള്ള ചില സംസാര രീതികളും ശൈലികളും ഒക്കെ അവലംബിച്ചെന്നിരിക്കും. എന്നാൽ ഇവർക്ക് മറ്റ് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തണമെന്നോ അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. അവരുടെ എല്ലാം ശ്രദ്ധ തൻ്റെ മേൽ തന്നെ ആയിരിക്കണം, താനൊരു ഫോക്കസ് ഓഫ് അറ്റൻഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു നിർബന്ധം. ആ ശ്രദ്ധ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവർ അസ്വസ്ഥരാകും, ദേഷ്യപ്പെടും, വഴക്കിടും. അത് പലപ്പോഴും ക്രമേണ കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ജോലിസ്ഥലത്തുമൊക്കെ ചില പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതും നമ്മൾ കൃത്യമായിട്ട് ചികിത്സയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇവർക്ക് വേണ്ടിവരും. ഇവരുടെ മനസ്സിൻ്റെ വൈകാരിക അവസ്ഥ ക്രമീകരിക്കാനുള്ള മരുന്നുകളും ഇവർക്ക് വേണ്ടിവരും. കൃത്യമായ ചികിത്സയിലൂടെ ഇത് ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. നമസ്കാരം.